ശബരിമല പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഞാനും എൻ്റെ മകനും കൂടി ശബരിമലയിലേക്ക് യാത്ര തിരിക്കേണ്ടായി. ശബരിമലയിലേക്ക് യാത്ര തിരിച്ച് നമ്മൾ ശബരിമലയിലെ പമ്പാ നദീതീരത്ത് എത്തിച്ചേർന്നു. വിചിത്രമെന്ന് പറയട്ടെ, അവിടെ ആരും തന്നെയില്ല. തിക്കും തിരക്കുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന പമ്പാ നദീതീരം. അത് കഴിഞ്ഞ് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേരുകയുണ്ടായി. അവിടെയും സെയിം അവസ്ഥ തന്നെയാണ്. വെർച്ചയ്ക്കു ടിക്കറ്റ് കാണിച്ചു നമ്മൾ ശബരിമല കയറ്റം പയ്യെ ആരംഭിക്കുകയുണ്ടായി. നടന്നും ഇരുന്നും നമ്മൾ പയ്യെ മുകളിലേക്ക് കയറി. ഒരു മല കയറി, 2 മല കയറി, 3 മല കയറി മുകളിലെത്താറായി. ഇതുവരെയും മുകളിലേക്ക് കയറിപ്പോകാനോ അത് അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നതോ ഒരു അയ്യപ്പ ഭക്തനെയും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പയ്യെ നടന്നു ഏകദേശം ശബരിമല സന്നിധിയിലെത്തി. ശബരിമല അയ്യപ്പനെ ദർശനം കണ്ടു. സങ്കടങ്ങളും സന്തോഷവും എല്ലാം പറഞ്ഞു നമ്മൾ അവിടുന്ന് ഏകദേശം അരമണിക്കൂറോളം അയ്യപ്പൻ്റെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതു. ദീപാരാധന കഴിഞ്ഞു. ആ ദീപാരാധന കഴിയുന്നവരെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അയ്യപ്പനെ നല്ലോണം കാണാൻ പറ്റി. സങ്കടങ്ങളെല്ലാം പറയാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ 18-ാം പടിയുടെ പൂജയും കഴിഞ്ഞു. നമ്മൾ അയ്യപ്പ സന്നിധിയിൽ നിന്ന് തിരിച്ച് രാത്രിയായി. അപ്പോഴും സംഭവം വിചിത്രം തന്നെയാണ്. മുകളിലേക്ക് കയറാനോ താഴേക്ക് വരാനോ ആരുമില്ല.